ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന കമ്മിറ്റി യോഗം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ AKG സെൻറ്ററിൽ വെച്ച് ചേർന്നു. ഇന്നത്തെ യോഗത്തിലെ പ്രധാനപ്പെട്ട അജണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ വയനാട്ടിലുണ്ടായിട്ടുള്ള മഹാദുരന്തം, എല്ലാ മനുഷ്യരെയും വേദനിപ്പിച്ച ആ ദുരന്ത സംഭവത്തിൽ ഒട്ടനവധി പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയി. ഇതുവരെ ഇന്നലെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. ദുരന്തത്തിൽ മരിച്ചവരുടെ സ്ഥിരീകരിച്ച സംഖ്യ ഇന്നലെ വരെ 224 154 പേരെ കാണാതായി. 88 പേര് ഇപ്പോഴും ആശുപത്രികളിലാണ്. അവിടെ വയനാട് മേപ്പാടി പഞ്ചായത്തിൽ കുറേ ക്യാമ്പുകൾ ഇപ്പോൾ പ്രവർത്തിച്ചു വരികയാണ്. ഇതിന് പുറമെയാകട്ടെ മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ 10, 11, 12 വാർഡുകളിലായി 1721 കുടുംബങ്ങൾ, അത് ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായിട്ടുള്ളവരുമുണ്ട്, അതുപോലെ തന്നെ വലിയ കാലവർഷക്കെടുതിയുടെ ഭാഗമായും വീട്ടിൽ താമസിക്കാൻ കഴിയാത്തവരൊക്കെയായി ഏതാണ്ട് 4833 പേര് പ്രത്യേകമായിട്ടുള്ള ക്യാമ്പുകളിലാണ്. ചൂരൽമല ഭാഗത്ത് ഉരുൾപൊട്ടലുണ്ടായ പ്രധാന ഭാഗം ചൂരൽമല. ആ ഭാഗത്ത് 9 ക്യാമ്പുകളിലായിട്ട് 1381 പേരുണ്ട്. ഇത് 30-ാം തീയതി വെളുപ്പാൻ കാലത്ത് 2:30 മണിയോടുകൂടിയാണ് പുറം ലോകമറിയുന്നത്. അത്തരമൊരു സംഭവം ഉണ്ടായ ഉടനെ തന്നെ മുഖ്യമന്ത്രി രക്ഷാ സംവിധാനം ഒരുക്കുകയും ജനങ്ങൾക്ക് സംരക്ഷണം ഉറപ്പുവരുത്താനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് കേന്ദ്രസേന, CMDRF, പോലീസ് സേന, ഫയർഫോഴ്സ്, വനം വകുപ്പ്, റവന്യൂ വകുപ്പ്, KSEB തുടങ്ങിയിട്ടുള്ള എല്ലാ മേഖലകളിലുമുള്ള എല്ലാ സംവിധാനങ്ങളും ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനങ്ങൾ അതിവേഗത്തിൽ തന്നെ ആരംഭിക്കാൻ സാധിച്ചു. അവിടുത്തെ പ്രളയവും ദുരന്തവും നേരിൽ കണ്ട ഒരാളാണ് ഞാൻ. ഈ സംഭവം അറിഞ്ഞ ഉടനെ തന്നെ, ഞാനന്ന് കണ്ണൂരിലുണ്ടായിരുന്നു, അറിഞ്ഞ ഉടനെ തന്നെ ഞാൻ അവിടത്തേക്ക് പോവുകയും ചെയ്തു. വല്ലാത്തൊരു ഞെട്ടലാണ് ജനങ്ങളിലാകെ. കേരളത്തിലാകെയുള്ള ജനങ്ങളിൽ വലിയ ദുഃഖമാണ്. ഒരു പ്രദേശമാകെ ഇല്ലാതായി പോവുകയാണ്. അതിശക്തമായ വെള്ളപ്പൊക്കം എല്ലാം കൊണ്ട് ഒരു ഭയങ്കരമായൊരു ദുരന്തമാണ് അവിടെ വന്നുപെട്ടത്. ഈ ദുരന്തത്തിൽ നിന്ന് പരമാവധി ആളുകളെ രക്ഷപ്പെടുത്താൻ ഈ സംരക്ഷണ പ്രവർത്തക രംഗത്തുണ്ടായിരുന്നവരുടെ കൂട്ടായ പരിശ്രമം കൊണ്ട് സാധിച്ചു. എന്ന് മാത്രമല്ല, ഇത്തരമൊരു സംഭവത്തിൻ്റെ ഒരു കോർഡിനേഷൻ വരുത്തി കാര്യങ്ങളെല്ലാം ഫലപ്രദമായി നിർവഹിക്കാൻ സംസ്ഥാന ഗവൺമെൻറ് തന്നെ മന്ത്രിസഭയിലെ 4-5 മന്ത്രിമാരെ നിയോഗിക്കുകയും അവരെല്ലാം ഏതാണ്ട് 30-ാം തീയതി തന്നെ രാവിലെ ആകുമ്പോഴേക്കും ഏതാനും മന്ത്രിമാർ സ്ഥലത്തെത്തി. വയനാട് ജില്ലാ കലക്ടർ, വയനാട് ജില്ലയിലെ ഉദ്യോഗസ്ഥന്മാർ, അവിടെയുള്ള വ്യത്യസ്ത യുവജന സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികൾ,
സാംസ്കാരിക രംഗത്തെ സംഘടന എല്ലാവരും ഈ മഹാദുരന്തത്തിൻ്റെ വേദന മനസ്സിലാക്കി, ഈ മഹാദുരന്തം നമ്മുടെ രാജ്യത്തുണ്ടാക്കിയ ആഘാതം മനസ്സിലാക്കി അവരവരുടെ ജീവനേക്കാൾ മറ്റുള്ളവരെ രക്ഷിക്കുക എന്ന ഒരു മാനദണ്ഡം എടുത്തുകൊണ്ടാണ് അവിടെ സാഹസിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത്. അവിടെ കുത്തി ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദിയിലെ പാലം തകർന്നുപോയി. അപ്പുറം കുറേ ആളുകൾ കുടുങ്ങിക്കിടക്കുകയാണ്. അക്കരയ്ക്ക് എത്തിയ ആളുകളെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അപ്പുറത്തേക്ക് കടന്നു പോകാൻ ഒരു വഴിയുമില്ലായിരുന്നു. പക്ഷെ സാഹസികമായി അപ്പുറം കടന്ന് വലിയ കയറ് കിട്ടി അതിലൂടെ കഴിയാവുന്ന എല്ലാ ശ്രമങ്ങളും നടത്തി എത്രയോ പേരെ സംരക്ഷിക്കാനും രക്ഷിക്കാനും കഴിഞ്ഞു. ആ ദുരന്തത്തിൽ നമ്മുടെ സഹോദരങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു. ഇനിയും ഒരുപാട് മരണപ്പെട്ടവരുടെ മൃതശരീരങ്ങളൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇപ്പോഴും അവിടെ നമ്മുടെ എല്ലാ സേവന വിഭാഗവും സജീവമായി രംഗത്തിറങ്ങി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മന്ത്രിമാരെല്ലാം അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ പ്രവർത്തിക്കുകയാണ്. ഈ സംഭവത്തിൻ്റെ അറിഞ്ഞ ഉടനെ തന്നെ ആവശ്യമുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി സുരക്ഷാ പ്രവർത്തനം ശക്തമാക്കി പരമാവധി ആളുകളെ അപകട മേഖലയിൽ നിന്ന് രക്ഷിക്കാൻ, ഈ ദുരന്തത്തിൽ കാണാതായ ആളുകളെ കണ്ടെത്താൻ എല്ലാമുള്ള പ്രവർത്തനങ്ങൾക്ക് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ട് അവിടെ വയനാട്ടിലെത്തി അവിടെ പ്രത്യേകമായിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും യോഗങ്ങൾ വിളിച്ചു ചേർത്തു. എല്ലാവരും ഒരേ അഭിപ്രായക്കാരായിരുന്നു. നമ്മുടെ കേരളത്തിൻ്റെ ഒരു മനസ്സാണ് അവിടെ കണ്ടത്. ആ യോഗത്തിൽ പങ്കെടുത്ത എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും LDF അഭിനന്ദിക്കുകയാണ്.